warahmatullah. Bismillah, alhamdulillah. Allahumma salli wa sallim ala nabiyyina Muhammad. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു തർഹീബ് മിനൽ മസാവിഇൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയത്തുൽ മുനാഫിഖി സലാത്ത്, ഒരു കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ അത് 3 കാര്യങ്ങളാകുന്നു. ഇദാ ഹദ്ദഥ കദിബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വ ഇദാ വഅദ അഖ്ലഫ, ഒരു കരാർ നൽകിയാൽ അതിനെ ലംഘിക്കും. വ ഇദ തുമിന ഖാന, അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. ആയത്തുൽ മുനാഫിഖി സലാസുൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. ആയത്തുൻ എന്നാൽ ദലീൽ, തെളിവ്. ഒരു ആൾ അയാൾ മുനാഫിഖാണോ എന്നറിയുന്നതിൻ്റെ ചില അടയാളങ്ങളാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആരാണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അൽ മുനാഫിഖ് ഹുവ മൻ യുദ്ഹിറൽ ഇസ്ലാം വൽ ഈമാൻ ബിലിസാനി, അയാളുടെ നാവിലും മാത്രമായിരിക്കും അയാളുടെ ഈമാനും ഇസ്ലാമുമെല്ലാം നിലകൊള്ളുന്നത്. വയുബ്തിനുൽ കുഫ്ർ വൽ മഅസിയത ഫീ ഖൽബിഹി, എന്നാൽ അയാളുടെ ഹൃദയത്തിൽ പാപങ്ങളും കുഫ്റുമെല്ലാം അത് അയാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു ഇരിക്കുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകളെയാണ് മുനാഫിഖ് എന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു മുനാഫിഖ് എന്ന പദം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഇത് എവിടെ നിന്നാണ് ഈ ഒരു പദം വന്നത്? അതൊരു ജീവിയിൽ നിന്നാണെന്നാണ്. യർബൂ എന്ന് പറയപ്പെടുന്ന ഒരു ജീവിയുണ്ട്. മരുഭൂമിയിലെല്ലാം ചൂടുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ചെറിയ എലിയെ പോലെ, എന്നാൽ അതിൻ്റെ കാലുകളെല്ലാം കങ്കാരുവിനെ പോലെയുള്ള ഒരു ജീവി. ആ ജീവിയെ പോലെ അതിൻ്റെ പ്രത്യേകത, അത് മാളത്തിലാണ് ജീവിക്കുന്നത്. പൊതുവെ ജീവികൾക്കുള്ള മാളം, അതിന് പ്രവേശിക്കാൻ ഒരു കവാടമാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു ജീവി അത് 2 മാളകൾ ഉണ്ടാക്കി വെക്കും. ഒരു മാളത്തിൻ്റെ ഒരു കവാടം, അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ മറ്റൊരു കവാടം. അത് അധികമാർക്കും ആ വഴി അറിയുകയില്ല. അത് അതിൻ്റെ പ്രതലത്തിലേക്ക് മാത്രമായിക്കൊണ്ടൊരു ചെറിയ തുളട്ട് വെക്കും. ഏതെങ്കിലും ഒരു ജീവി ആ മാളത്തിൽ പ്രവേശിച്ച് തന്നെ പിടിക്കാൻ പ്രവേശിക്കുകയാണെങ്കിൽ ആ ഒരു അടുത്ത ദുരന്തത്തിലൂടെ അത് രക്ഷപ്പെടുമെന്നാണ്. 2 വഴികളാണ്. ഒരിക്കലും തന്നെ പിടികൂടാൻ ആ ഒരു ശത്രുക്കൾക്ക് സാധിക്കാത്ത രീതിയിൽ ആയിരിക്കും അതിൻ്റെ മാളം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം അതുപോലെയാണ് ചില ആളുകൾ, അയാൾ എല്ലാ ആളുകളുടെ കൂടെയും ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ 2 തോണിയിൽ കാലിട്ട പോലെ അത്തരത്തിലുള്ള ചില സ്വഭാവങ്ങൾ ചില ആളുകളിൽ കാണാൻ സാധിക്കും. അതിനെയാണ് നിഫാഖ് എന്ന് പറയുക. നിഫാഖ് എന്നൊക്കെ പറഞ്ഞാൽ സൗദിയിലൊക്കെ നമുക്കറിയാം, അറബിയിൽ ടണലിലാണ് പറയുക. അവിടെ ഉപയോഗിക്കുന്ന ടണലിനൊക്കെ നെഫഖ് എന്ന് പറയും. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നിഫാഖ് എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിലുണ്ട്. നിഫാഖ് അത് പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. വലിയ നിഫാഖുണ്ട്, ചെറിയ നിഫാഖുണ്ട്. വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. അയാളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അയാൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് പറഞ്ഞു. അയാളുടെ ഉള്ളിൽ മുഴുവൻ കുഫ്റാണ്. ഇസ്ലാമിലേക്ക് അയാൾ പ്രകടമായിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ആളുകൾ അയാൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. എന്നാൽ ചെറിയ നിഫാഖുണ്ട്, അത് അയാൾ മുസ്ലിമാണ്. പക്ഷെ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അയാൾക്ക് ഈ കപടത കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് 3 തരത്തിലാണ് വരിക. ഒന്നാമത്തത് നിഫാഖുൻ ഫിഖ്ഹിയ്യത്തുൻ, അയാൾക്ക് കർമ്മശാസ്ത്രപരമായി കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും അയാൾക്ക് ഇത്തരത്തിലുള്ള ചില കപടത കടന്നു വരും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇന്ന അത്തല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ, മുനാഫിഖീങ്ങൾക്ക് കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം സ്വലാത്തുൽ ഫജ്റാണ്, സ്വലാത്തുൽ ഇശാ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരമുള്ളതായിരിക്കുമെന്നാണ്. അത് ഇബാദത്തിൽ കടന്നു വരുന്ന ചില കപടതയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, മറ്റൊരു നിഫാഖാണ് നിഫാഖുൻ ഇഅ്തിഖാദിയത്തുൻ, വിശ്വാസത്തിൽ വരുന്ന ചില കപടതകൾ.
അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് പറഞ്ഞു, വമിനൻ നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചു, പരലോകത്തിൽ വിശ്വസിച്ചു. വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹു പറയാണ് അവരെ കുറിച്ച്, അവർ വിശ്വാസികളായിട്ടില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ. അവർ വഞ്ചിക്കാൻ, അള്ളാഹനെ വഞ്ചിക്കാൻ, അവിടെ കൂടെയുള്ള വിശ്വാസികളെയും വഞ്ചിക്കുകയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. എന്നാൽ നിങ്ങൾ അറിയണം, നിങ്ങൾ വഞ്ചിക്കുന്നത് അള്ളാഹുവിനെയല്ല, വിശ്വാസികളെയല്ല, നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. വമാ യശ്ഉറൂൻ. നിങ്ങൾ അറിയുന്നില്ല കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആളുകളെ എല്ലാം സോപ്പിട്ടുകൊണ്ട് എല്ലാവരുടെയും പ്രീതി വാങ്ങുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ല സ്വഭാവമല്ല. പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഒരാളെ കുറിച്ച് എല്ലാ ആളുകളും നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ അയാൾ മോശക്കാരനാണെന്ന്. ഏതെങ്കിലും ഒരാൾ സത്യം പറഞ്ഞാൽ അയാൾക്ക് വെറുപ്പില്ലാതിരിക്കൂല. നമ്മൾ സത്യമല്ലെങ്കിൽ, സത്യമല്ലാതെ എല്ലാവരെയും സോപ്പിട്ട് നടക്കുകയാണെങ്കിൽ ആ ആളുകൾ നമ്മെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കൃത്യമായി പറയുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് ആ കാര്യമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നിഫാഖാണ് നിഫാഖുൻ അഖ്ലാഖിയുൻ ഔ അമലിയുൻ. നമ്മുടെ സ്വഭാവത്തിൽ, പ്രവർത്തനത്തിലൊക്കെ വരുന്ന ചില പ്രകടമായ ചില കപടതകൾ, അതും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഈ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒരാൾ കപടത അയാളിൽ ഉണ്ട്, അഥവാ നമ്മളിലൊക്കെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട 3 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ അയാളിലുണ്ട് എങ്കിൽ കപടതയുടെ ചില ലക്ഷണങ്ങൾ അയാളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് ഇദാ ഹദ്ദസ കദിബ. സംസാരിക്കുമ്പോൾ കളവ് പറയുക എന്നുള്ളതാണ്. കളവ് പറയുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസുകളിലൂടെ അതിനെ വിലക്കിയതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കലൊരു കുട്ടി ഉമ്മയെ വിളിച്ചു. ആ ഒരു ഉമ്മ കുട്ടിയെ വിളിച്ചു, മോനെ ഇവിടെ വരൂ, ഞാൻ നിനക്ക് ഇത് തരാം, കയ്യിലൊരു മുഖയ്ക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ആ ഉമ്മയോട്, നീ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കയ്യിലൊരു കാരക്കയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവനെ വിളിച്ചുകൊണ്ട് അതില്ലായിരുന്നെങ്കിൽ നിന്റെ മേൽ അതൊരു കളവായി ചുമത്തപ്പെടുമായിരുന്നു എന്നാണ്. നിസ്സാരമായ കാര്യം, അതിനെപ്പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. തമാശക്ക് പോലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിലൊരു മന്ദിരം പണിതു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിലൂടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നിസ്സാരമായി കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കളവുകൾ പറയാൻ പാടില്ല. എന്ന സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ചില കളവുകളുണ്ട്, അത് കളവാവുകയില്ല, എന്നാൽ കളവിനെ പോലെ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെ പറയുന്ന പേരാണ് തൗരിയത്ത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അത് വാക്കിലൊന്നായിരിക്കും, പക്ഷെ നമ്മൾ പറയുന്ന ഉദ്ദേശം വേറെയായിരിക്കും. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോവുകയാണ്. ഹിജ്റ രഹസ്യമായിട്ടാണ് പോകുന്നത്. ആ പോകുന്ന സന്ദർഭത്തിൽ ആളുകളൊന്നും അറിയാൻ പാടില്ല, എവിടേക്കാണ് പോകുന്നത്, ആരാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരാൾ വന്ന് റസൂലുള്ളാഹിയുടെ സഹാബത്തിനോട് അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണെന്നുള്ളത് ശത്രുക്കൾക്ക് വിവരം കിട്ടിയാൽ അവർ വന്ന് പിടിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മാഇൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം മാ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ റസൂൽ ഉദ്ദേശിച്ചത് മിനൽ മാ, ഇന്ദ്രിയത്തിൽ നിന്ന് വന്നതാണ് എന്ന അർത്ഥത്തിൽ റസൂൽ അവിടെ പറഞ്ഞു. എന്തിനു വേണ്ടി? അവിടെ ഒരു അക്രമം ഉണ്ടാകുന്നത് ഭയപ്പെട്ടത് കൊണ്ട് എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കളവ് പറയാം. എപ്പോൾ? അക്രമം ഭയന്നുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗിക്കാം. ഒരിക്കലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിയുന്ന പിറകെ വന്നുകൊണ്ട് അക്രമം എന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ന ആൾ ഇവിടെ ഉണ്ടോ, ഈ വീട്ടിലുണ്ടോ? അവിടെ എന്തായാലും സത്യം മാത്രം പറയണമെന്ന് പറഞ്ഞാൽ അയാൾ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവിടേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ വാക്ക് ഒന്നാണ്, പക്ഷെ ഉദ്ദേശം മറ്റൊന്നായിക്കൊണ്ട് പറയുന്ന ഇത്തരത്തിലുള്ള കളവുകൾ അത് ചില സന്ദർഭങ്ങളിലൊക്കെ അനുവദിക്കപ്പെട്ടതായി കാണാം. അതല്ലാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കളവുകൾ പറയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതുപോലെ തന്നെ രണ്ടാമത്തേത്, കരാറുകളുണ്ടെങ്കിൽ അത് പാലിക്കണം. ഒരിക്കലും ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് അതിനാൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ ഇരിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യാത്തത് എന്തിനു പറയണം എന്നതിന് വിശദീകരണത്തിൽ കാണാം. മുനാഫിഖീങ്ങൾ പല കാര്യങ്ങളും ഓഫർ ചെയ്യുമായിരുന്നാൽ നിങ്ങൾ ഇത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, എന്നിട്ട് അവസാനം അതൊന്നും ചെയ്യാത്തൊരവസ്ഥ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ
അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അവസാനത്തേത്, ഒരാൾ വിശ്വാസവഞ്ചന ഒരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളിങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് ഇയാളോടൊരു കാര്യം പറഞ്ഞു. അതിനർത്ഥം മറ്റുള്ള ആളുകൾ അറിയരുത് എന്നാണ്. എങ്കിൽ ആ കേട്ടാൽ ആ കാര്യം ഒരിക്കലും അത് മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല, അത് രഹസ്യമാക്കി വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ ഒരു വിശ്വാസത്തിൽപ്പെട്ടതാണ്. അയാളെ വഞ്ചിക്കാൻ പാടില്ല. അതെല്ലാം എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വിഷയത്തിലും ഒരു വിശ്വാസി തൻ്റെ ഒരു സഹോദരനെ വഞ്ചിക്കുന്ന സ്വഭാവം അയാളിൽ ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം മുനാഫിഖിന്റെ കപടവിശ്വാസിയുടെ സ്വഭാവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മറ്റൊരു ഹദീസിൽ അവസാനമായിട്ട് ഇദാ ഖാസമ ഫജറ എന്ന് കാണാൻ സാധിക്കും. അഥവാ ഒരു കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞാൽ പിന്നീട് അവർ തമ്മിൽ പരസ്പരം തെറി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല, കപടവിശ്വാസിയുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മോശപ്പെട്ട സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിനെ എടുത്തു കളയാൻ, ഇല്ലാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.